ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. എന്തൊക്കെയുണ്ട്? വലിയൊരു യൂണിറ്റൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തിരക്കുന്ന് മാറിയിരിക്കുകയാണ് അല്ലേ? നമ്മളിങ്ങനെ സക്സസ്ഫുള്ളി ഓരോ വീക്കും മറ്റു തിരക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇത് വീക്കും മുടക്കേണ്ടി വന്നിട്ടില്ല. പുറമെ 2 മന്തിന്റെ അടുത്ത ആറായി. എല്ലാവരും ഇനിയും കാണുക, കേൾക്കുക, ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ. എല്ലാവരും ലൈഫിൽ ഇത് അപ്ലൈ ഉണ്ടാവുമെന്ന് കരുതുന്നു. വെറുതെ കേട്ട് പോവാതിരിക്കട്ടാ. അപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മാറ്റമൊക്കെ അറിയാൻ വേണ്ടി പറ്റുക. ഇന്ന് സേര് പറഞ്ഞ പോലെ ഡിഫറെന്റ് ടോപ്പിക്കാണ്. ഭയങ്കര എന്താ പറയുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പവർ ഓഫ് തോട്ട്സ് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളുടെ ഒരു ശക്തിയെ കുറിച്ച് പറയും. നമ്മൾ എല്ലായിടത്തും പറയലുണ്ട്, ഇപ്പൊ ഞാൻ ചിന്തിക്കണം എനിക്ക് രോഗം ഉണ്ടെങ്കിൽ ഞാൻ രോഗിയാണ്. ഇപ്പൊ അത് എന്ന് കരുതി വെറുതെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ രോഗിയല്ല, അങ്ങനല്ല കേട്ടോ. നമുക്ക് മൈൻഡിന് കൊടുക്കുന്ന കണക്കിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് ലൈഫിൽ എന്ന് പറഞ്ഞു തരുന്ന ഒരു സെഷൻ ആയിരിക്കും ഇന്ന്. അപ്പൊ എല്ലാവരും മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ലൈഫിൽ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാട്ടോ. ഓരോ കാര്യത്തിൽ വരുമ്പോൾ ഒന്ന് കോൺഷ്യസ് ആവാം. എന്റെ ചിന്തകളിൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മനുഷ്യരാണ്, ഇടയ്ക്ക് നെഗറ്റീവ് പോകും, നമുക്ക് ആ ടെൻഡൻസി ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ബോധപൂർവം പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി ആയി വന്നോളും. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഇവിടെ പറഞ്ഞ പോലെ അപ്പോഴാണ് നമുക്കൊന്ന് എഫക്ട് കിട്ടുക ക്ലാസ്സിന്റെ. അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് തന്നെ അറിയാവുന്ന മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധ പോകും. അതിന് വേണ്ടിയിട്ടാണ് പറ്റുന്ന അവൈലബിൾ ആയിട്ട് വീഡിയോ മോഡിൽ വരും കേട്ടോ. അപ്പൊ എന്തെല്ലാം സ്ഥലത്ത് ഹാൻഡ് ഓവർ ചെയ്യണം. താങ്ക് യു വിഷ്ണ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് അറിയേണ്ടത്, ഇവിടെ മിസ്നെ ആണെങ്കിൽ നമ്മൾ ടീം മെമ്പർ ആണെങ്കിൽ ഇന്ന് എന്തോ NSS ക്യാമ്പോ എന്തൊക്കെ ആയിട്ട് തിരക്കിന്റെ ഇടയിൽ വന്ന് കയറിയാണ്. താങ്ക് യു സോ മച്ച്. ഇവിടെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിനാണ് ഓരോരുത്തർ ജോയിൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞു പറയാൻ പറ്റുമോ? മിൻഹ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഗുഡ് ഈവനിങ്. ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? മിൻഹ മലപ്പുറം. ഓക്കെ, ജസ്റ്റ് ഡിസ്ട്രിക്റ്റ് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതിയായിരുന്നു. പറ്റുന്നവരൊന്ന്. ഷാന മലപ്പുറം, ഉസ്ന മലപ്പുറം, ആമിന കൊല്ലം, അഷ്റഫ് കോഴിക്കോട്, ഫായിസ് കാലിക്കറ്റ്, മുനവറ കണ്ണൂർ, ബർഹാൻ കോഴിക്കോട്, അദ്നാൻ മലപ്പുറം, ജസീന മലപ്പുറം, ബീന മാം മലപ്പുറം, സൂറ മാം മലപ്പുറം. റഷീദ് സാറും കോഴിക്കോടിന്റെ ആളുകളുണ്ടാവില്ലേ? ഓക്കെ, ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. ഹസ്ന കണ്ണൂർ അല്ലേ? ഓക്കെ, ഏതായാലും നമ്മളുടെ മെയിൻ ആയിട്ട് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, പിന്നെ കൊല്ലത്തുനിന്ന് ഒരാളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കറന്റ് ഈ ബാച്ച്. ഇതിപ്പം 10ാമത്തെ യൂണിക് ടോക്സ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കും ഇവിടെ ആർക്കൊക്കെ ബിസിനസ്, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒന്ന് കമന്റിലോ അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറയുകയും ചെയ്യാം. സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കറന്റ് ഉള്ള ബിസിനസ് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ആരൊക്കെ ഉള്ളത്? അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ട്, പക്ഷെ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കറന്റ് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉള്ളത്? റഷീദ് സാർ മ്യൂട്ടാണ് സാർ, മ്യൂട്ടാ. മോസ്റ്റ്ലി ബിസിനസ് മാനേജർ ആണ്. അതിന്റെ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉള്ളൂ, അതിൽ ബിസിനസ് ആയിട്ട് അല്ല ചെയ്യുന്നത്. സ്ലീപ്പിംഗ് ബിസിനസ് പിന്നെ മാനേജ്മെന്റും. ഓക്കെ സാർ. മാനേജ്മെന്റ് പറഞ്ഞാൽ ബിസിനസ് തന്നെയാണ്, അതിൽ കുറെ പാർട്ട് വരും. അതെ 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 അതെ. അതെ, ഞാന് ഇന്ന് രാവിലെ എനിക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഇന്ന് രാവിലെ നമ്മളെ വീട്ടിൽ തേങ്ങവലി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് 2-3 മാസം കൂടുമ്പോൾ തേങ്ങവലി ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ തേങ്ങ പൊളിക്കുന്ന ആളുകളുടെ കൂടെ ഇങ്ങനെ പോയിരുന്നു കുറച്ചു നേരം. അപ്പോ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് തന്നെ പൊളിക്കാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പൊ അവിടുന്ന് അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്റെ മൈൻഡിലേക്ക് വന്നൊരു തോട്ടാട്ടെ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നമ്മൾ സാധാരണ ഇങ്ങനെ ക്ലാസ് എടുക്കാറല്ലേ ഉണ്ടാവാറ്. അപ്പം എനിക്ക് ഇന്നൊരു ചെറിയ ക്വസ്റ്റ്യൻ, അത് എല്ലാവരും ഒന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണോ ഒന്നും അറിയില്ല, പക്ഷെ ഒരു തെങ്ങ് എടുക്കാം. ഒരു തെങ്ങ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒരു തെങ്ങിൽ നിന്ന്
എന്തൊക്കെ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റൊരു തെങ്ങ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ തെങ്ങ്, ഇളന്നി, തേങ്ങ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങള് ഒരു തെങ്ങിൽ നിന്ന് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന്, അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ഓരോരുത്തരുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. അത് കമന്റിലും പറയാം, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ലൈവായിട്ടും പറയാം. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ. അഭിനമേ പറഞ്ഞോളൂ. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒന്നും രണ്ടും ഒന്നൊന്നല്ല. അല്ല, പിന്നെ തേങ്ങ ഒന്ന് തേങ്ങ പറഞ്ഞാൽ മതി. അല്ല, ഏതെങ്കിലും ഒന്ന്. എല്ലാരും പറയണല്ലോ, അതുകൊണ്ട് ഓരോ. തേങ്ങ ചിരണ്ട, അതിലെ ചകിരി പറ്റും, ചിരട്ട പറ്റും, ഉപകരിക്കും. ഇല്ല, എല്ലാം കൂടി പറയണ്ട. തേങ്ങ കൊണ്ട് തേങ്ങ ഞാൻ കൊതുമ്പ് പറഞ്ഞു കുത്തിക്കാൻ പറ്റും. വിഷ്ണത പറയുന്ന ഓയില് പറഞ്ഞു. മാം പറഞ്ഞത് തേങ്ങ ചിരണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിരുന്നു. ചിരട്ട പറഞ്ഞിരുന്നു. കൊതുമ്പ് തെങ്ങിന്റെ ഒന്നും പശുവിനെ കെട്ടാൻ പറ്റും. അത് ഞാൻ ചൂല് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഫായിസ് കൊപ്ര പറഞ്ഞു. ഓക്കെ. ഓല. ഓക്കെ. ഇർഷാദ് പറഞ്ഞത് ഓല എന്നാണ്. ഓല കൊണ്ട് നമുക്ക് ഈ ഷെൽട്ടർ പോലെയുള്ള ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതേപോലെ വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കി. കള്ള് ചിരട്ടക്കൈല്, കള്ള്, ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഫർണിച്ചർ. ഓക്കെ. ഇളന്നി, ടെൻഡർ കോക്കനട്ട് പറഞ്ഞിട്ടുണ്ട് മുനവ്വറ. അസ്ന മാം കോക്കനട്ട് പ്രൊഡക്ട്സ്. ഓക്കെ. റുമൈസ കോക്കനട്ട് ഓയിൽ. അമിന മാം തേങ്ങാപ്പാല്. ഓക്കെ. നമ്മളെല്ലാ കറികളിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. ഇതേപോലെ വേറെ എന്തെങ്കിലും? പശുവിനെ കെട്ടാ സാർ. പശുവിനെ തെങ്ങിന്റെ പീസിന്റെ മുകളിലെ തെങ്ങിന്റെ മുകളിൽ തന്നെ കെട്ടിയിടാം. തെങ്ങിന്റെ മുകളിൽ തന്നെ കെട്ടു സാധാരണ. അറിയാം. തെങ്ങിന്റെ മുകളിൽ പുരം മേയാൻ പറ്റുമല്ലോ. എങ്ങനെ? ഇളനീർ, ഐസ്ക്രീം, പുഡിങ്. ഓക്കെ. പൂക്കുലാബി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. തേങ്ങാ മിഠായി, തേങ്ങാ പിണ്ണാക്ക്. യെസ്. തേങ്ങാ പിണ്ണാക്ക്. വിറക്. ഓക്കെ. ആരിഫ വിറക്. അദ്നാൻ സാർ പറഞ്ഞിരുന്നു വിറക്. ഇളനീർ, ഐസ്ക്രീം, പുഡിങ്. ഫ്രഷ് കൊല വെട്ടിയെടുത്താല് നമുക്ക് പൂജക്ക് ഉപയോഗിക്കാം. പൂജക്ക് ഉപയോഗിക്കാം. ഓക്കെ. തെങ്ങിന്റെ ഭംഗി കാണാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു പ്രൊഡക്റ്റോട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാട്ടോ സാറ്. ചിരട്ട, കപ്പ്, കയറ്. യെസ്, കയറ്. ഓക്കെ. ഏതായാലും അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കും. ഹാൻഡിക്രാഫ്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. യെസ്. പിന്നെ ഓല മടഞ്ഞിട്ട് വീട് ഉണ്ടാക്കല്ലോ. ഓല മടഞ്ഞിട്ട്. അതെ. അത് നേരത്തെ ഒരാൾ പറഞ്ഞിരുന്ന ഓല എന്ന് പറഞ്ഞിരുന്നു. അതെ, അത് മാം പറഞ്ഞത് കറക്റ്റ് ആണ്. ഓല മടഞ്ഞിട്ട് പണ്ടത്തെ രീതിയിൽ ഓലപ്പുര, അതാ ഞാൻ പറഞ്ഞത്. ഓലപ്പുര, ചകിരിച്ചോറ്. ഓക്കെ. വേറെന്തെങ്കിലും? ബർഹാനാണ്, ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തേങ്ങല് ഫസ്റ്റ് മുതൽ, അതായത് പൂക്കുന്ന മുതൽ തേങ്ങ എന്നത് വരെയും തേങ്ങന്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ പൂക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പൂക്കൊല മെഡിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മച്ചിങ് മെഡിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിക്കിന്റെ വെള്ളമായിട്ട് ഒരു ഇഷ്ടംപോലെ പാക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. കരിക്കും ഇളനിയും അങ്ങനെ തന്നെ. അതുപോലുള്ള ഒരുപാട് ബേക്കിംഗ് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ തേങ്ങയിലേക്ക് വരുന്ന സമയത്ത് ഓയിൽ പലതരം ഉണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ പലതരം വെളിച്ചെണ്ണകളുണ്ട്. വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, നോർമൽ കോക്കനട്ട് ഓയിൽ ഉണ്ട്. അതിൽ തന്നെ നോർമൽ കോക്കനട്ട് ഓയിലിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇത് ഏതായാലും ആളെ ഞാൻ കാണുന്നില്ല, പക്ഷെ ആളൊരു പണ്ഡിതനാണെന്നുള്ള എനിക്ക് മനസ്സിലായി. ഇതിൽ കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതാ. പിന്നെ അതിൽ പിണ്ണാക്ക് വളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ ഫീഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ കോസ്മെറ്റിക് ആയിട്ട് മേത്തേക്കാൻ പറ്റും. പിന്നെ ഇതിൽ നിന്ന് തേങ്ങാവെള്ളം ഇപ്പൊ പാക്ക് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ ഫുൾ അവൈലബിൾ ആണ്.
പിന്നെ ചേരി ഇപ്പം ഓൺലൈനിൽ അവൈലബിൾ ആയി തുടങ്ങി. അത് മേലിൽ തേക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ചേരി ബ്രഷ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. യെസ്. Yes. ഇതൊക്കെ മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓലന്റെ എല്ലാവരും പറഞ്ഞല്ലോ. പിന്നെ ചേരിന്റെ കാര്യം വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബ് FC ബാഴ്സലോണ കേരളത്തിൽ നിന്നാണ് ഒരു മാറ്റ് കൊണ്ടുവന്നത്. ഈ ചകിരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മാറ്റ്. പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന സമയത്ത് അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ മാറ്റിൽ ചോട്ടിയിട്ടാണ് അവര് വേണ്ടി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുക. Yes. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ മേഖലയിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏതായാലും ഭാഗമായിട്ടാണ് നിങ്ങളെ ഞാൻ ഫേസ് എല്ലാവരും ഒന്ന് നിങ്ങളെ ഫേസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് വീഡിയോ മോഡിൽ വരും. ആളൊന്ന് കാണാൻ ഒരു ആഗ്രഹം വന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എവിടെയായിരുന്നു സ്ഥലം പറഞ്ഞത്? ഞാൻ കോഴിക്കോട് കോഴിക്കോട് എവിടെയാണ്? ആരാമ്പ്രം എന്ന് പറയും, മടവൂർ അടുത്തായിട്ട്. അടച്ചോൻ, എന്റെ വീടിന്റെ 2 കിലോമീറ്റർ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? എന്റെ വീട് മടവൂരാണ്. മടവൂർ, ശരി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ? ഫസ്റ്റ് ടൈം. ഓക്കെ, എന്താ ചെയ്യുന്നത് നിങ്ങള്? ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഡോക്ടർ? ആ, വെറുതെ അല്ല ഞാനതാ നോക്കണത്. ആൾ ഇത്രയും ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ റെസ്പോണ്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച് സോ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഒരു അറിവാണ്. ഞാൻ ഇത് പറയാനുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒറ്റ ഒരു തെങ്ങ് എന്നുള്ള ഒരു സംഭവത്തിന്ന് ചിന്തകള് എങ്ങനെ, ഇതിപ്പോ നമ്മളിപ്പോ ഒരുപാട് പ്രൊഡക്ട്സ്, ഇപ്പൊ ഞാനിപ്പോ എഴുതി വെച്ചത് ഞാനൊന്ന് വായിക്കട്ടെ, ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാ. ഫസ്റ്റ് നമ്മൾ തേങ്ങ എന്നുള്ളത് മാത്രം എടുക്കുക. നമുക്ക് ഒറ്റ ഇവിടെ ഇപ്പം ഇളന്നി ഉപയോഗിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഇവിടെ, അല്ലെ? പക്ഷേ ഒരു കാര്യം ഞാനിപ്പോ ഒന്ന് ആലോചിച്ചെന്താ അറിയുമോ, ഇളന്നി എന്ന് പറഞ്ഞൊരു സംഭവം തെങ്ങിന്റെ മുകളില് എങ്ങനെ തേങ്ങന്റെയും ചിരട്ടന്റെയും ഉള്ളിൽ, ഇപ്പൊ ചിരട്ട വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് അത്രയും പ്യൂരിഫൈഡ് ആയിട്ടുള്ള നല്ല മധുരമുള്ള വെള്ളം ഭൂമിന്ന് കേറിയിട്ട് ആ ചിരട്ടന്റെ ഉള്ളില് കേറി അത്രയും പ്യൂരിഫൈഡ് ആയിട്ട് ടേസ്റ്റ് ഉള്ള ഒരു വെള്ളം വരുന്നതിനെ പറ്റി എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. അതെങ്ങനെയാണ് ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ ആ തെങ്ങിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും നടക്കുന്നത്? ഞാൻ ഇന്നൊരു ഇളന്നി ഇങ്ങനെ കുടിച്ച് ആ എന്താ തേങ്ങ പൊളിക്കുന്ന ആളോട് ഞാൻ സംസാരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ചിന്തിച്ച് ഇത്രത്തോളം ഞാനിങ്ങനെ ഇതേപോലെ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി. ആ ഒരു തെങ്ങിൽ നിന്ന് ഇത്രത്തോളം പ്രൊഡക്ട്സ് മനുഷ്യന്മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ശരിക്കും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന അതേ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വേറെ എന്തൊരു കാര്യത്തിലും തെങ്ങ് മാത്രമല്ല മറ്റ് ജീവജാലങ്ങളും മറ്റ് ഇപ്പം മരങ്ങളായിക്കോട്ടെ മനുഷ്യന്മാരെ എന്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനും നമ്മൾക്ക് ഉൾക്കൊള്ളാനും നമുക്ക് ഉപയോഗപ്പെടുത്താനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരു വിലയും കൽപ്പിക്കാതെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അതിന് വലിയൊരു വില ഇപ്പൊ തെങ്ങ് എന്ന് മാത്രം അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിച്ച സമയത്ത് എന്തൊക്കെ പ്രൊഡക്ട്സ് കിട്ടിയെന്നറിയോ? തേങ്ങ, ഇളന്നി, ഇളന്നിയുമാണെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാം, അതേപോലെ പുഡിങ്, ഐസ്ക്രീം, ഹൽവ, കൊപ്ര, വെളിച്ചെണ്ണ, തേങ്ങന്റെ പൊടി, തേങ്ങ വെള്ളം, ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, മുട്ടായികൾ ഉണ്ടാക്കാൻ പറ്റും, സോപ്പ് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നു, തേങ്ങാ പിണ്ണാക്ക്, അതേപോലെ കോസ്മെറ്റിക്സ്, മരുന്നുകൾ, അതിന്റെ കൂമ്പെന്ന് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്, കയറ് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ ചിരട്ട ഉപയോഗിച്ചിട്ട് ചിരട്ടന്റെ ഹാൻഡിക്രാഫ്റ്റുകൾ പല പല ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ചേരിന്റെ ബ്രഷ്, വിറക്, ഓല, അതിന് ഈളുകൊണ്ട് ചൂലുണ്ടാക്കാം. അതേപോലെ കരി ആരും പറഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നു, അത് കത്തിച്ചതിന് ശേഷം അതിന്റെ വിറക് കൊണ്ട് കരി സൃഷ്ടിച്ചെടുക്കാം. അതേപോലെ ചേരിന്റെ മാറ്റ് പറഞ്ഞു. സ്പൂൺ ഉണ്ടാക്കാം സർ. അതെ അത് പറഞ്ഞിരുന്നു, സ്പൂണ്. അതേപോലെ പൂക്കുലാതി ലേഹം, അതിപ്പം നേരത്തെ ഒരാൾ ഇവിടെ പറഞ്ഞിരുന്നു. അതേപോലെ പൂജന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. കള്ള് ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്ന്. ഫർണിച്ചർ ഉണ്ടാക്കാറുണ്ട്. ചിരട്ട കപ്പ്, ചകിരിച്ചോറ്, പൂക്കുല, മച്ചിങ്ങയൊക്കെ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മോയിസ്ചറൈസർ, അതേപോലെ അങ്ങനെയുള്ള കോസ്മെറ്റിക്സ് ഐറ്റംസും ഒക്കെ ഈ ഒരു തേങ്ങ അല്ലെങ്കിൽ തെങ്ങ് എന്നുള്ള സംഭവത്തിൽ നിന്ന് ഇത്രത്തോളം പ്രൊഡക്ട്സ് വരുന്നുണ്ടെങ്കിൽ
നമ്മളുടെ ചിന്തകൾ, ഈ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ശരിക്കും ഓരോരുത്തരും എല്ലാവരും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത സമയത്താണ് ഇത്രത്തോളം പ്രൊഡക്ട്സ് ഒരു ഒരൊറ്റ ഒരു തെങ്ങ് എന്നുള്ള സംഭവത്തിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി. ഇത്രത്തോളം നമ്മൾ ഡീപ്പറായിട്ട് ചിന്തിച്ച് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിൽ പോലും നമ്മൾ ആരും ചിലപ്പം ഈ ചിന്ത ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവർക്കും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് പോലെ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്താലോ അടുത്ത സെഷനിലേക്ക് പോണതിന് മുന്നേ? അപ്പൊ ആദ്യത്തിലാണ് മെഡിറ്റേഷൻ ചെയ്യാറ്, പക്ഷെ എന്നാലും ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഈ ഒരു ഓരോരുത്തരുടെ ഐഡിയ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നുള്ളൂ. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ചിന്തിക്കാൻ ഒരുപാട് ഉള്ളതുകൊണ്ട് ചോദിച്ചതാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു മെഡിറ്റേഷനിൽ പോവാം. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടതുകൈക്ക് മുകളിൽ വലതുകൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപെടലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം വ്യക്തമായി നിങ്ങൾ കാണും.
നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ആഡംബര സൗകര്യങ്ങളോട് കൂടിയ നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കും. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിന്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കും. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടും. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടും. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ള ആളാകും. എനിക്കെൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് പതിയെ കണ്ണുകൾ തുറക്കാം. തിരിച്ചു വന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുമോ? വീഡിയോ മോഡിൽ വന്നാൽ കുറച്ചും കൂടെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കായിരുന്നു. ഇന്ററാക്ഷനോട് കൂടിയിട്ട് നിൽക്കരുത്. അതുകൊണ്ടാണ്. റഷീദ് സാർ, ബീന മാം, ഇസ്ന അവിടെ ഉണ്ടോ? ഉമൈസ മാം, എന്താണ് ഈ B4G3? നമ്മളെ മാമാസ് കിങ്ഡത്തിലെ ആളാണോ ഇത്? ഉമൈസ B4G3. ഓക്കെ ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം നിങ്ങൾ ജോയിൻ ചെയ്തിരുന്നു തോന്നില്ലേ മുന്നേ?
ബാക്കിയുള്ളവരും കൂടെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുകയാണെങ്കിൽ അഷ്റഫ് സാർ വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ സ്വന്തമായിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നമ്മളിപ്പം നേരത്തെ ജസ്റ്റ് ഒരു തെങ്ങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ചെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അതിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതിൻ്റെ ഒക്കെ ഒരു സൃഷ്ടാവിലേക്ക് നമ്മൾ ശരിക്കും നമ്മളുടെ ചിന്തകളൊന്ന് കൊണ്ടുപോകേണ്ടിയുണ്ടല്ലോ ശരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാലേ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചുറ്റിനുള്ള എല്ലാത്തിനും നമുക്കൊരു സൃഷ്ടാവാണ്, നമ്മളൊരു പഠിച്ചവൻ അല്ലെങ്കിൽ ക്രിയേറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളുടെ ചിന്ത എല്ലാ സമയത്തും കണക്റ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടി ശരിക്ക് നമ്മൾ ഏത് പ്രൊഡക്റ്റിലേക്ക് നോക്കിയാലും എന്തൊരു കാര്യം നമ്മളെ ചുറ്റിനുള്ള എന്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിൽ എന്ത് കാര്യങ്ങൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് പടച്ചവനാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ തെങ്ങിന്റെ ഒഴിവാക്കട്ടെ, തെങ്ങ് എന്നുള്ള പ്രൊഡക്റ്റ് അല്ലെ തേങ്ങ അളന്നി എന്നുള്ള പ്രൊഡക്റ്റ് ഒന്ന് അത് മാറ്റിയിട്ട് അത് ഉണ്ടായി വരുന്ന രൂപത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളിലേക്ക് അത് മാറി വന്നിട്ടുണ്ട്. പല പല ആയിട്ടും അതേപോലെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതേപോലെ പടച്ചവൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ലോകത്തിലേക്ക് വരുന്നത്, ഈ ഭൂമിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ചിന്തകൾ ഇട്ട് കൊടുത്തിട്ട് ആ ചിന്തകൾ പിന്നീട് പ്രൊഡക്റ്റുകളായിട്ട് മാറുകയാണ്. പക്ഷെ എന്താ സംഭവം? എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലേക്കും ചിന്തകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒട്ടുമിക്ക ആളുകളും അവരുടെ ചിന്തകൾ ഒന്നെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. എങ്ങനെ വന്നിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കടങ്ങൾ, വിഷയങ്ങൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള കാര്യം, മക്കളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം ബിസിനസിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബപരമായി ഭാര്യ, മക്കള്, കുടുംബം, അല്ലെ പാരന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ ഒന്നെങ്കിൽ ഭാവിയിലേക്കോ അല്ലെങ്കിൽ പാസ്റ്റിലേക്കോ മാത്രം ചിന്ത കൊണ്ടുവന്ന സമയത്ത് ഓരോ നിമിഷത്തിലും മനസ്സിലേക്ക് വരുന്ന ഐഡിയകളും അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മനസ്സിനെ വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒട്ടുമിക്ക ആളുകൾക്കുള്ളത്. അവരങ്ങനെ ഏത് സമയത്ത് ഇപ്പം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും, ഇപ്പം നിസ്കാരം ആയിക്കോട്ടെ, അല്ലെ മറ്റുള്ള മതക്കാർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആ പ്രാർത്ഥനയിലല്ല നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ പോകണം, അല്ലെങ്കിൽ അവരെ വിളിക്കണം, അല്ലെങ്കിൽ ആ കടങ്ങൾ ക്ലിയർ ചെയ്യാൻ എന്താ ചെയ്യാന്നുള്ള ആരെങ്കിലും കണക്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇപ്പം കിച്ചണിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ മനസ്സിനെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാല് ഒരുപാട് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും ആയിട്ട് മാറാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഓരോരുത്തരുടെ മൈൻഡിലേക്കും പല പല ഐഡിയകളും പല പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം എയ്റോപ്ലെയിൻ എല്ലാവർക്കും അറിയാലോ, ഫ്ലൈറ്റ്. അത് ഫസ്റ്റ് എയ്റോപ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണ്. റൈറ്റ് ബ്രദേഴ്സ് ശരിക്കും രണ്ടാള് ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് ഒരു പക്ഷി ഇങ്ങനെ മുകളിൽ കൂടെ പറന്നു പോണ കണ്ട സമയത്ത് നമ്മളാണെങ്കിലും ആയി നല്ല പക്ഷി എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അതൊന്ന് കണ്ട് ഉടനെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തയിലേക്ക് പോകും. പക്ഷെ ഇവരെന്താ ചിന്തിച്ചെന്നറിയോ? ഇങ്ങനെ ഈ പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നുണ്ടല്ലോ, പക്ഷെ മനുഷ്യന്മാർക്ക് എന്താ പറക്കാൻ പറ്റാത്തത്? നമുക്ക് പറക്കാൻ പറ്റുന്നുണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വന്ന സ്ഥലത്ത് നിന്നാണ് അവരെങ്ങനെയൊക്കെയോ കുറെ ആളുകളെ കൂട്ടുപിടിച്ച് ആ ഐഡിയ എങ്ങനെ മനുഷ്യന്മാർക്ക് പറക്കാൻ പറ്റും എന്നുള്ളതിൽ ഉറച്ച് വിശ്വസിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ആ വിശ്വാസത്തിൽ നിന്നാണ് എന്ത് വന്നത്?
എയറോപ്ലെയിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് വന്നത്. ഒരു 2 വിങ്സ് അതേപോലെ ചിറകും കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെയാണ് പറക്കാൻ പറ്റുക, ചെറിയൊരു ദൂരം പറക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തെടുത്ത്. പക്ഷെ പിന്നെ വന്നിട്ടുള്ള മനുഷ്യന്മാര് ചെയ്തത് എന്താ അറിയോ, ഈ ചെറിയ ദൂരം പറക്കാൻ തുടങ്ങിയെടുത്ത് നിന്നിട്ട് നോർമൽ ആയിട്ടുള്ള മെല്ലെ മെല്ലെ അത് ഹെലികോപ്റ്റർ വന്ന് അല്ലെങ്കിൽ എയറോപ്ലെയിന് വന്ന് ഇപ്പം അത് എന്തൊക്കെ ആയിട്ടാണ് ആ ഒരു ഐഡിയ മാറിയിട്ടുള്ളത്. മനുഷ്യന്റെ ചിന്തയാണ്, ഓരോ മനുഷ്യന്മാരുടെ മനസ്സിൽ വരുന്ന ചിന്ത ആ പ്രൊഡക്റ്റിലേക്ക് ഇങ്ങനെ ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് ജെറ്റ് ആയിട്ട് മാറി, റോക്കറ്റ് ആയിട്ട് മാറി, അതിന്റെ പാർട്ടായിട്ട് ഇപ്പൊ സാറ്റലൈറ്റ്, അപ്പൊ അതും സാറ്റലൈറ്റ് നിക്ഷേപം പോലും ഇങ്ങനെയുള്ള ഒരു റോക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എയർ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നിക്ഷേപിക്കുന്നത്. ഇപ്പം ആ ഒരു ടെക്നിക്ക്, ആ ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് ഏത് ലെവലിലേക്ക് മാറിക്കുന്നറിയോ, ഭൂമി വിട്ടിട്ട് ഇപ്പൊ ചന്ദ്രനിൽ പോയി, ഇപ്പം പോകുന്ന എങ്ങോട്ടാണ്, മാർസിൽ പോയിട്ട് മറ്റുള്ള ഉപഗ്രഹങ്ങൾ പ്ലാനറ്റുകളിൽ പോയിട്ട് താമസമാക്കുന്ന രീതിയിലേക്ക് മനുഷ്യന്മാരുടെ ചിന്തകൾ എത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഞാൻ ഈ ചിന്തകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ ചിലപ്പം 1-2 ആൾക്കാരായിരിക്കും ആ റൂമിൽ ഇരിക്കുന്നത്. കറന്റ്ലി നമ്മൾ ഇരിക്കുന്ന റൂമിൽ 1-2 ആളുകൾ മാത്രമേ, ചിലപ്പം ഫിസിക്കലി കാണാൻ മനുഷ്യന്മാരായിട്ട് 1-2 ആളുകൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും എത്ര മനുഷ്യന്മാരുടെ ചിന്തകൾ ആ മുറിയിൽ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, എത്ര മനുഷ്യന്മാരുടെ ചിന്തകൾ ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ അറിയോ, ആ കാണുന്ന ലൈറ്റ് ഒരു മനുഷ്യന്റെ ചിന്തയെന്ന് വന്നതാണ്. കാണുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ഇപ്പം ഗ്ലാസ്, ബുക്ക്, പെന്ന്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ഓരോരോ മനുഷ്യന്മാരുടെ മനസ്സിൽ. ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, മുട്ടുസൂചി മുതൽ ബുർജ് ഖലീഫ, 1 കിലോമീറ്റർ നീളമുള്ള ബുർജ് ഖലീഫ വരെ ഒരു മനുഷ്യന്റെ മനസ്സിലാണ് ആദ്യം വന്നത്. പിന്നീട് അത് ഒരുപാട് ആളുകള് ആ ഐഡിയയിൽ പ്രവർത്തിച്ച് ഗ്രൂപ്പ് വർക്ക് കൊണ്ടാണ് അങ്ങനത്തെ പ്രൊഡക്റ്റുകളായിട്ട് മാറുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ. ഇതേപോലെ തന്നെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി കണ്ടുപിടിച്ച് നമുക്കൊക്കെ അറിയാം, ഐസക് ന്യൂട്ടൺ ആണ് അല്ലെ? ഐസക് ന്യൂട്ടൺ ആണോ ആൽബർട്ട് ഐൻസ്റ്റീൻ? ഐസക് ന്യൂട്ടൺ തന്നെ അല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ച്? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യോ? യെസ്, ന്യൂട്ടൺ ആണ്. അതെ അതെ. അപ്പം ആ ഐസക് ഓക്കെ താങ്ക് യു സർ. ആ ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ മരത്തിന്റെ അടിയിൽ ഇരിക്കുന്ന സമയത്ത് തലയിൽ ആപ്പിൾ വെക്കുകയാണ്. അപ്പോ നമ്മുടെ തലയിൽ വീണ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക? ഇത്രേ സ്ഥലം ഉണ്ടായിട്ട് എന്റെ തലയിൽ എന്റെ വന്ന് വീണല്ലോ, വണ്ടാറടങ്ങാൻ ഈ ആപ്പിൾ എന്നായിരിക്കും നമ്മൾ പറയാ, നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യന്മാർ പറയാം. പക്ഷെ ആ ആള് ചിന്തിച്ചെന്താ, ആ ആള് അങ്ങനെ ചിന്തകളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങാൻ പറ്റിയ രീതിയിൽ ചിന്ത ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ വെച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ ആൾ എന്താ ചിന്തിച്ചെന്നറിയോ, ഈ ആപ്പിൾ എന്താ താഴോട്ട് വീണ്, അതെന്താ മുകളിലോട്ട് പോവാത്തത്? നമ്മളൊക്കെ ആണെ പ്രാക്കിയിട്ട് ആപ്പിളിനെ, മരത്തിനെ, ആ ചുറ്റുപാടുള്ള മനുഷ്യന്മാരൊക്കെ നമ്മൾ പ്രാക്കി സൈഡാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ആപ്പിൾ ഒരാളുടെ മനുഷ്യന്റെ തലയിൽ വീണ സമയത്ത് എന്തുകൊണ്ട് താഴേക്ക് വീണ്, അതെന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല എന്നുള്ളൊരു ചിന്ത, ആ ഒറ്റൊരു ചിന്തയിൽ നിന്നാണ് എന്ത് വന്നത്, ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഈ യൂണിവേഴ്സിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ മനുഷ്യൻ ഒരുപാട്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എയറോപ്ലെയിനും വർക്ക് ചെയ്യൂല. കാരണം എത്ര വെലോസിറ്റിയിൽ, എത്ര ഫ്രിക്ഷനിൽ, എത്ര ഫോഴ്സിൽ വേണം ഒരു പ്രൊഡക്റ്റ് എയറിലേക്ക് പൊട്ടുന്ന സമയത്ത് നീങ്ങാന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി അത് എത്ര റേഞ്ചിലാണുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഗുരുത്വാകർഷണത്തിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് എങ്ങനെ പോവാമെന്ന് എയറോപ്ലെയിൻ ആയിക്കോട്ടെ, റൈറ്റ് ബ്രദേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ ഇപ്പൊ എലോൺ മസ്കിന് പോലും ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇയാളെന്ത് ഈ സയന്റിസ്റ്റുകളെ കുറിച്ചും അല്ലെങ്കിൽ വലിയ വലിയ ഇൻവെൻഷൻസ് കൊണ്ടുവന്ന ആളുകളെ പറ്റി പറയുന്നത്. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ മനുഷ്യന്മാരുടെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക്
ഇതേപോലുള്ള പല പല ചിന്തകൾ വരുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റുകളോ അല്ലെ പുതിയ പുതിയ സർവീസുകളോ കണ്ടെത്താനുള്ള രീതിയിലുള്ള ചിന്തകൾ ഓരോരുത്തരുടെ മൈൻഡിലേക്കും വരുന്നുണ്ട്. പക്ഷെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അത് ഉപയോഗപ്പെടുത്താം, ആ ചിന്തന എങ്ങനെ ഒരു നല്ലൊരു പ്രൊഡക്റ്റോ സർവീസോ ആക്കി മാറ്റാം എന്നുള്ള ചിന്ത നമ്മൾക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാ സമയത്തും പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ ചിന്തിച്ച് നമ്മൾ മൈൻഡ്ഫുൾ അല്ലാതെ പ്രസന്റ് സിറ്റുവേഷനിൽ ജീവിക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് നമ്മളുടെ മനസ്സിനെ ആ ഒരു രീതിയിൽ ഒരുക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ആ ചിന്തകളിലേക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എല്ലാവരും, ഞാനിത് പറയാൻ കാരണം എല്ലാവരും കഴിയുന്നിടത്തോളം മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി ഒന്നും കൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. മൈൻഡ്ഫുൾനെസ് ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ മൈൻഡ്ഫുൾനെസ് എന്താണ്, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുക, പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന് ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം നമ്മളെ ഒട്ടുമിക്ക ആളുകൾ ഇപ്പൊ ഒരു നല്ല ചിന്തകൾ വരുന്ന ഒരു മനസ്സാക്കി മാറ്റണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിലുള്ള ദുഷിച്ച ചിന്തകൾ എടുത്ത് ഒഴിവാക്കണം. ദുഷിച്ച ചിന്ത എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ദേഷ്യം ഉണ്ടാവും, ഒരുപാട് ആൾക്കാരോട് ദേഷ്യം, വെറുപ്പ്, അസൂയ, അത്യാഗ്രഹം എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും മറ്റുള്ള മനുഷ്യന്മാരെ ഇടയിലിട്ട് കളിയാക്കി അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങുന്ന സമയത്ത് അത് എന്നെ കൊണ്ട് നടക്കൂലടാ, ഈ നടക്കണ പണിക്ക് പോയോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ആളുകൾ കളിയാക്കിയതും ഒക്കെ ഉണ്ടാവും. ആ കളിയാക്കലും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ റിവെഞ്ച് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഒരുപാട് മനുഷ്യന്മാരുടെ മനസ്സിൽ റിവെഞ്ച് ആയിട്ട് കിടക്കുന്ന ഞാനൊരു നല്ല നിലയിലെത്തിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും, ഞാൻ എത്ര ലെവലിലേക്ക് എനിക്ക് ഉയരാൻ പറ്റുന്നുള്ള ഓനെ ഞാൻ എന്താ സംഭവം അറിയോ? നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുന്നത് പോലും മറ്റൊരാളെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ടാണ്. ഓന്റെ മുന്നിൽ ഞാൻ ഞെളിഞ്ഞു നടക്കും, വലിയ കാറിൽ വന്ന് ഇറങ്ങും, ഞാൻ വലിയ വീടുണ്ടാക്കും ഓന്റെ മുന്നിൽ, ഓൻ എന്നെ കളിയാക്കിയവന്റെ മുന്നിൽ ഞാൻ പഠിപ്പിക്കും. ഒരു മനുഷ്യനെ എങ്ങനെ കളിയാക്കാൻ പാടില്ല. എന്താ സംഭവിക്കുന്നത് അറിയോ? ഇങ്ങനെയുള്ള റിഗ്രറ്റുകൾ അല്ലെങ്കിൽ ഈ ഒരാളോടുള്ള പകപോക്കലും റിവെഞ്ച് അല്ലെങ്കിൽ അസൂയ അല്ലെങ്കിൽ ദേഷ്യം, അഹങ്കാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് മനസ്സിൽ ഒരുപാട് നിറച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ? നല്ല ചിന്തകൾ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് വരൂല. നല്ല ചിന്തകൾ എന്ന് പറഞ്ഞാൽ നല്ല ഐഡിയകളോ നല്ല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ചിന്തകളൊന്നും ആ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിപ്പെടും. നമ്മൾ എല്ലാവർക്കും അറിയണ്ടാവും, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, രണ്ട് തരത്തിലുള്ള മനസ്സുണ്ട് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ. അപ്പം നമ്മൾ എന്തൊരു കാര്യം ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ചെറുപ്പം മുതൽ ഇത്രയും കാലത്തിനിടയിൽ നമ്മളുടെ ലൈഫിൽ വന്നിട്ടുള്ള പല സാഹചര്യങ്ങൾ കൊണ്ടാണ് പല സമയത്ത് നമ്മൾ പല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പം ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? ചെറുപ്പത്തില് ഇപ്പം വീട്ടില് ഭയങ്കര ഇപ്പം അച്ഛനമ്മ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ തമ്മില് എല്ലാ സമയത്തും പ്രശ്നങ്ങൾ കണ്ട് വളർന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പം അടിപിടി പ്രശ്നങ്ങൾ, ചീത്ത പറയൽ, അതൊക്കെ അത് തന്നെ കണ്ട് വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഉണ്ടല്ലോ, ആ കുട്ടികൾക്ക് കുറച്ചിപ്പം മാരീഡ്, അപ്പം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും, നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കിട്ടി കുറച്ച് അവരൊന്ന് അടുത്ത സ്റ്റേജ് ഇപ്പം കല്യാണമൊക്കെ കഴിച്ച് അവര് ഇപ്പം കുറച്ച് നല്ല ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെ പോകും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ? ഓട്ടോമാറ്റിക്കലി പണ്ട് എന്തായിരുന്നോ ഉപ്പയും ഉമ്മയും തമ്മിൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്ന തെറികള് അല്ലെങ്കിൽ അങ്ങനത്തെ യൂസേജ്, അങ്ങനെ അടിക്കാൻ നോക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ പ്രായത്തിൽ ഈ ആൺകുട്ടി, ചിലപ്പോ പെൺകുട്ടിയായിരിക്കും ആൺകുട്ടിയായിരിക്കും, അവർക്ക് അറിയ പോലുമില്ല എന്തുകൊണ്ടാണ്. നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അറിയാതെ അങ്ങനെ റിയാക്ട് ചെയ്തു പോകും. കാരണം എന്താണ്? നമ്മളുടെ ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയാറുണ്ട് ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയാം. ഇതേപോലെ ഉപബോധ മനസ്സ് സ്പോഞ്ച് പോലെയാണ്. എന്തൊക്കെയാണോ നമ്മളുടെ ലൈഫിൽ നമ്മൾ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ
ഒക്കെ നമ്മളുടെ ഉപബോധ മനസ്സ് ഊറ്റി വെക്കുന്നുണ്ട്. നമ്മളുടെ മൈൻഡ് അത്രത്തോളം ഡീപ്പറായിട്ട് ഓരോ കാര്യങ്ങളും ക്യാച്ച് ചെയ്ത് അതിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സേവ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ അതേപോലെയുള്ള സിറ്റുവേഷൻസ് നമ്മളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കോൺഷ്യസ് മൈൻഡിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുകയും നമ്മൾ അതേ രീതിയിൽ പണ്ട് നമ്മൾ എന്താണോ കണ്ട് മനസ്സിലാക്കി വെച്ചത് അതേ രീതിയിൽ നമ്മൾ നമ്മളുടെ ലൈഫിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും. അത് നമ്മൾ പോലും അറിയൂല കേട്ടോ. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം പ്രകാരമാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. ആ നിമിഷത്തിൽ നമ്മൾക്ക് മനസ്സിലാവും പോലില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാനിപ്പോ എന്തിനാ അങ്ങനെ ദേഷ്യം പിടിച്ചവനോട് അല്ലെങ്കിൽ ഓളോട്, എൻ്റെ ഒരു ആവശ്യം എനിക്ക് ഇല്ലായിരുന്നല്ലോ. പിന്നെ പോയിട്ട് സോറി പറയാം. പക്ഷെ അവിടെ പ്രശ്നങ്ങൾ നടക്കേണ്ട എല്ലാ വിഷയങ്ങളും അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഓരോരുത്തരെ മനസ്സിനെ പറ്റിയും ഓരോരുത്തരെ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒരു കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും ഏതൊക്കെ മനുഷ്യന്മാരോട് ദേഷ്യമാണ്. ഇപ്പം സാമ്പത്തികമായിട്ട് ചതിച്ച മനുഷ്യന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പ്, ഇപ്പം ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ള വിഷയങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിഷയങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊന്ന് ചിന്തിക്കട്ടെ, ഇങ്ങനെയുള്ള ചിന്തകൾ തന്നെയാണോ എല്ലാ സമയത്തും നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ചിന്തകൾ, വാച്ച് യുവർ തോട്ട്സ് എന്ന് പറയും. നമ്മളുടെ ചിന്തകളെ പറ്റി ചിന്തിക്കുക. നമ്മളെ ലൈഫിൽ ഒരു ദിവസം 60,000 to 70,000 60,000 to 70,000 ചിന്തകള് ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്നുണ്ട് എല്ലാ ദിവസവും. അതിൽ ഒട്ടുമിക്ക ഒരു 50-60% അധിക ആളുകൾക്കും നെഗറ്റീവാണ് വരിക. അധികവും നെഗറ്റീവ് തോട്ട്സ് ആണ് മനുഷ്യന്മാർക്ക് വരിക. പക്ഷെ നമ്മൾ ആ ചിന്തകളെ പറ്റി ഒന്നും കൂടെ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെയോ എന്തോ ട്രോമകൾ അല്ലെങ്കിൽ ലൈഫിൽ ബാഡ് എക്സ്പീരിയൻസുകൾ കൊണ്ടാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ചിന്തകളിൽ പോലും നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മുന്നേ നമ്മളുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഫോർഗീവ്നെസ്സിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളുടെ ലൈഫിൽ ദേഷ്യമോ വെറുപ്പോ അസൂയയോ ഒക്കെ ഉള്ള അങ്ങനത്തെ ആളുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ റിവെഞ്ച് കൊണ്ട് നടക്കുന്ന ആളുകളിലേക്ക് അവർക്ക് പുറത്തു കൊടുക്കുക അറിയും. ഫോർഗീവ്നെസ് നമ്മൾ പറഞ്ഞിരുന്നു, അവർക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചവന് വേണ്ടി അല്ല, അവർക്ക് വേണ്ടിയിട്ടും അല്ല നമ്മൾ പുറത്തു കൊടുക്കുന്നത്. നമ്മളുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളിലേക്കുള്ള അട്രാക്ഷൻ, പോസിറ്റിവിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മളുടെ മനസ്സിനെ വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരും കഴിയുന്നിടത്തോളം ഫോർഗീവ്നെസ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ സംഭവം, ആരോടാണോ നിങ്ങൾക്ക് ദേഷ്യമുള്ളത് ആ ദേഷ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താന്ന് അറിയാം, ഇന്ന ആള് എന്നോട് ഈ ചതി ചെയ്തതിന് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട്, ഞാൻ ഇത് പറയാൻ കാരണം എന്താ അറിയാം, നമ്മളുടെ മനസ്സ് റീപ്രോഗ്രാം ചെയ്തെടുക്കണമെങ്കിൽ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, നമ്മളുടെ ലൈഫിലേക്ക് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സബ് കോൺഷ്യസ് മൈൻഡ് സ്പോഞ്ച് പോലെയാണ് നേരത്തെ പറഞ്ഞല്ലോ. ഇതേപോലെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നത് 83% കാര്യങ്ങൾ കാണുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൈൻഡിലേക്ക് എടുക്കുന്നത്. ഇതേപോലെ 11% കാര്യങ്ങൾ കേൾക്കുന്നതുമാണ്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണോ കാണുന്നത് അത് അത്രയും കൂടുതൽ നമ്മൾ എല്ലാ സമയത്തും ഈ സീരിയൽ കാണുക, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ന്യൂസുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി അല്ലാണ്, പാർട്ടി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പീഡനം, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള ന്യൂസുകൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പം ഈ ഒരു ഹൊറർ മൂവികൾ കാണുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കൊലപാതകവും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ന്യൂസുകളും ഈ സീരീസുകളോ അല്ലെങ്കിൽ വാർത്തകളോ എന്ന് തുടങ്ങിയിട്ട്, അല്ലെ സീരിയലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിലും അതേപോലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടും. കാരണം എന്താ അറിയോ, നമ്മൾ എന്താണോ സ്ഥിരമായിട്ട് കാണുന്നത് കേൾക്കുന്നത് അത് തന്നെയാണ്, അതേപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിലും റിപ്പീറ്റ് ചെയ്യപ്പെടുക. അപ്പൊ അതുകൊണ്ട്
നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയുള്ളതാക്കാൻ ശ്രമിക്കുക. അതിന് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ മൈൻഡ് ക്ലിയർ ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെയിലി നമുക്ക് അഫർമേഷൻസ് എഴുതുക എന്നൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം റഷീദ് സാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ സമയത്ത് നമ്മൾ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. സാർ ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് എനിക്ക് ഒന്ന് 2ാമത്തെ ക്ലാസ്സിലായിരുന്നു തോന്നുന്നു. അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിനാണ് ശരിക്കും ഈ അഫർമേഷൻസ് എന്ന് പറയുക. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലൈഫിൽ എന്താണോ നമ്മൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങളെ പറ്റി നമ്മൾ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എങ്ങനെ പറയാന്ന് വെച്ചാല് പ്രസന്റ് ടെൻസിൽ പറയാ. എനിക്കത് കിട്ടാൻ പോകുന്നു എന്നല്ല, എനിക്ക് ആ കാര്യം നേടിയെടുക്കുക. ഇപ്പോൾ ഒരു കാർ ആയിരിക്കും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു കാറ് ഒരാൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ I am driving. I'm happy and grateful now that for driving my Land Rover Defender 130 Eiger Grey metallic plate number 1166 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് കാറാണോ വേണ്ടത് അത് സ്പെസിഫിക് ആക്കിയിട്ട് അതിന്റെ പേരും അതിന്റെ കളറും അതിന്റെ പ്ലേറ്റ് നമ്പറും തുടങ്ങിയിട്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഐഡിയ നമ്മളുടെ മനസ്സിലേക്ക് കൊടുക്കുക. അത് സ്ഥിരമായിട്ട് നമ്മളുടെ മിറർ ടോക്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഐഡിയകളും ചിന്തകളും നമ്മളുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പക്ഷെ ആ മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഉള്ള കാര്യങ്ങളിലേക്ക്, നമ്മളുടെ ആരോഗ്യത്തിനെ പറ്റി, നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒക്കെ നമ്മൾ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാനും കൂടെ മനസ്സുള്ള ഒരാളായി നിന്നുകൊണ്ട് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. മുന്നുള്ള യൂണിക് ടോക്സ് എടുത്ത് നോക്കിയാൽ ഓരോരുത്തർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിന്റെ പേര് ഹഫ്സൽ മാജിദ്, എന്റെ പേരിൽ തന്നെ ആട്ടോ ഉള്ളത്. എന്റെ പേര് ഹഫ്സൽ മാജിദ് ആണ് കേട്ടോ. അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് അഫർമേഷൻസ് ചെയ്താൽ അതിന് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയട്ടോ. നമ്മൾ ഭാവിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പൊ തന്നെ നമ്മൾക്കത് ലഭിക്കുന്നതായിട്ട് എഴുതുന്നതിന്, അല്ലെങ്കിൽ അത് ആ ഒരു ഫീലിങ്ങും ഇമോഷനും നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന പ്രോസസ്സിനാണ് നമ്മൾ അഫർമേഷൻസ് പറയും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ അല്ലെങ്കിൽ സ്ലൈഡ് അതില് ഒരു അഫർമേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്, എവ്രി ഡേ ഇൻ എവ്രി വേ ഐ എം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഓരോ ദിവസവും ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രീതിയിലും ഞാൻ ബെറ്റർ ആയിക്കോട്ടെ. എൻ്റെ ആരോഗ്യപരമായിട്ടായിക്കോട്ടെ, എൻ്റെ കുടുംബപരമായിട്ടായിക്കോട്ടെ, എൻ്റെ കരിയർ വൈസ് ആയിക്കോട്ടെ, എൻ്റെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും ഞാൻ ഓരോ ദിവസവും ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ സ്ഥിരമായിട്ട് അതിങ്ങനെ ഡെയിലി എഴുതി കഴിഞ്ഞാണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാർക്ക് ആവശ്യമുണ്ടാവും ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കും. ഇങ്ങനെ അവരുടെ ഇങ്ങനെ ക്യാഷ് എത്ര പേയ്മെന്റ് കൊടുക്കേണ്ടത് നോക്കാതെ കാര്യങ്ങൾ വാങ്ങാൻ മാത്രം പണം കൈവരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള അങ്ങനത്തെ ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം, ഐ ഹാവ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഞാൻ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഐ ഹാവ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ഒരു അഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും. അത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മൾ വിശ്വാസത്തോട്, ഫെയ്ത്ത് എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. വിശ്വാസത്തോട് കൂടിയിട്ട് ഈ കാര്യം നമ്മൾ ഡെയിലി നമ്മളെ കണ്ണാടിയിൽ നോക്കി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സ് അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കും. കാരണം എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് കാണുന്നതും കേൾക്കുന്നതുമാണ് ഏറ്റവും കൂടുതൽ റിസീവ്. അപ്പൊ നമ്മളോട് തന്നെ സ്ഥിരം എല്ലാ സമയത്തും ഒന്ന് ആലോചിച്ച് നോക്കി, എന്നെ കാണാൻ ഭംഗിയില്ല, അല്ലെ എനിക്കൊരു കാലത്തും ഞാൻ എന്ത് ചെയ്തിട്ടും സമ്പാദിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്കൊന്നും പഠിക്കാൻ പറ്റൂല, എനിക്ക് പാട്ട് പാടാൻ കഴിവില്ലല്ലോ, ഞാൻ കുറച്ച് കറുത്തിട്ടാണല്ലോ, ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണല്ലോ, ഞാൻ കുറച്ച് തടിച്ചിട്ടാണല്ലോ എന്ന് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ്, എന്റെ മുടിയൊക്കെ നരച്ചിട്ടാണല്ലോ, എന്റെ മുടി ഞാനത് ശരിക്കും പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. എന്നെ പറ്റിയാണ് ചിന്തിച്ചിരുന്നത്. എനിക്ക് 6 അടിയാണ് ഉയരം. അപ്പൊ ഞാൻ കുറച്ച് ഹൈറ്റും ഉണ്ട്, തടി കുറവാണ്. അപ്പൊ ഞാൻ എന്തൊരു നീണ്ടിട്ടാണ്, ഇത്ര ഹൈറ്റ് എന്തിനാ, എല്ലാവരും
ചെറിയ ഹൈറ്റുള്ളവരൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഞാൻ ഭയങ്കര എന്റെ ചുരുണ്ട മുടിയാണല്ലോ, എനിക്ക് കൊന്ത്രമ്പല്ലുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു ഞാൻ ആദ്യം ചിന്തിക്കാറ്. പക്ഷെ ഇതേപോലെ ഞാൻ അഫർമേഷൻസ് എന്റെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴല്ലോ, ഓട്ടോമാറ്റിക്കലി ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി. എങ്ങനെ എന്റെ ലൈഫിൽ എനിക്കുള്ള കാര്യങ്ങൾക്ക് എന്റെ താടി ആയിക്കോട്ടെ, എന്റെ മുടി ആയിക്കോട്ടെ, എന്റെ കണ്ണായി, എല്ലാത്തിനും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, നന്ദിയുള്ളതാണ്. ഇങ്ങനെ എന്റെ ഹൈറ്റ് ഇപ്പൊ പിന്നീടാ മനസ്സിലാക്കി, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും ഒരുപാട് ആൾക്കാർ കൊതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതേപോലെ ആയിരിക്കും എന്താ സംഭവം അറിയോ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ലൈഫിൽ കുറ്റപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ സൗന്ദര്യമായിരിക്കും, ചിലപ്പം സമ്പത്തായിരിക്കും, അല്ലെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ. പക്ഷേ അതിന്റെ പുറത്ത് നമ്മൾക്ക് ഓൾറെഡി കിട്ടുന്ന കാര്യങ്ങള് പല മനുഷ്യന്മാരുടെയും സ്വപ്നമായിരിക്കും. നമ്മളിപ്പോ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ആയിക്കോട്ടെ, അത് ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നമാണ് എന്നുള്ളത് എപ്പോഴും എല്ലാവരും മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ ശരിക്കും ഈ അഹങ്കാരം എന്ന് പറയുന്നത് പല തരത്തിൽ കാണിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മളിപ്പോ ആത്മീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയാം ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒരു മലക്ക്, ആ ഒരു ജിന്ന് പിന്നീട് ഇബ്ലീസായി മാറിയതാണല്ലോ. അതെന്താ സംഭവിച്ചത്, നമ്മളുടെ പടച്ചോൻ പറഞ്ഞിട്ടുള്ള സുജൂദ്, എന്താ ആദം നബീന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അത് ചെയ്യാത്തതിന്റെ പേരിലാണ് ഇബ്ലീസ് ആയിട്ട് മാറിയത്. ഇതേപോലെ തന്നെ അഹങ്കാരത്തിലേക്ക് ഇബ്ലീസ് നയിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്താ അറിയോ, ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാതെ ഇല്ലാത്തതിലേക്ക് തന്നെ ചിന്തിച്ച് വിഷമിക്കുന്നതും ഒരു അഹങ്കാരമാണ്. കാരണം ഓൾറെഡി നമുക്ക് ഉള്ളതിന് ഇപ്പൊ ആരോഗ്യമായിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിന് അസുഖമാണെങ്കിൽ ഒരുപാട് മറ്റുള്ള ശരീരഭാഗങ്ങൾക്ക് നമ്മൾക്ക് ഒരുപാട് വർക്കത്ത് അല്ലെങ്കിൽ നല്ല ഒരു വൃത്തിയിൽ കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങൾ അതിനൊന്നും നമ്മൾ നന്ദി പറയൂല. നമ്മൾ എന്താ പറയാ, ഓ എന്റെ കൈ അല്ലെ എന്റെ വേറെ എന്തെങ്കിലും അവയവങ്ങൾ സുഖമില്ലല്ലോ, അത് മാത്രം നമ്മൾ എടുത്തെടുത്ത് ചിന്തിക്കുക, വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ട് നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കൂല, സന്തോഷം കണ്ടെത്തിയില്ല. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും വിഷമങ്ങൾ വന്നായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനകളോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ ഏതെങ്കിലും മരണങ്ങളോ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ആക്സിഡന്റോ എന്ത് രീതിയിൽ എന്ത് വിഷമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വേദനിക്കാറുണ്ട്, നമ്മളെ വേദനിപ്പിക്കാറുണ്ട് നമ്മളുടെ മനസ്സിനെ. പക്ഷേ ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാണ്ടല്ലോ ആ സമയത്തുള്ള സന്തോഷം ഉണ്ടാവും, പിന്നീട് അത് വീണ്ടും വീണ്ടും ചിന്തിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്താറില്ല. അത് നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എല്ലാ സമയത്തേക്കും ചിന്തിക്കുകയും അത് വേദനിക്കുകയും അല്ലെങ്കിൽ അത് ടെൻഷൻ വീണ്ടും വീണ്ടും എടുത്തു വെക്കുകയും ചെയ്യും. പക്ഷെ ഉള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്ന ഒരു സ്വഭാവം അല്ല ഒരു പെരുമാറ്റം പല മനുഷ്യന്മാരിലും കാണാൻ പറ്റാറില്ല. അപ്പോ അതും കൂടി ആൾക്കാരൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ, ചിന്തകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മെത്തേഡ് ഒന്നും കൂടെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ദേഷ്യം പിടിക്കുക, ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാനിപ്പോ എന്തിനാ ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അറിയോ, എല്ലാ മനുഷ്യന്മാരും പറയുന്നത് അറിയോ, എന്നെ ഒന്ന് പരിഗണിക്ക് അല്ലെങ്കിൽ എന്നെ ഒന്ന് സ്നേഹിക്ക്, ഈ ഒരു സംഭവമാണ് ദേഷ്യമായിട്ട് വരുന്നത്. എങ്ങനെ ഒരാള് നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുക, ഇപ്പൊ ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാരായി മക്കളായിക്കോട്ടെ, അവരെന്തെങ്കിലും പറയുന്നത് കേൾക്കാതിരിക്കുമ്പോഴേക്ക് ഫാദർ അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ ദേഷ്യം പിടിക്കുക അവരുടെ മുന്നിൽ നമ്മൾ ചെറുതായി പോയോ, നമ്മളെ വാക്ക് അവർ സ്വീകരിക്കുന്നില്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത വരുമ്പോഴാണ്, ആ ഒരു ഈഗോ കയറി വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അങ്ങ് ദേഷ്യം പിടിക്കുന്ന ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, ഇന്നൊന്ന് പരിഗണിക്ക്. ആ ഒരു ഉള്ളിലുള്ള വേദനയാണ് ദേഷ്യമായിട്ട് പുറത്തു. അത് ദേഷ്യമായിട്ട് എങ്ങനെ പുറത്തു വരിക, ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണോ ഈ ദേഷ്യത്തിനെ നമ്മളുടെ പേരൻസ് ത്രൂവും സിനിമകൾ കണ്ടിട്ടും അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരും അല്ലെ ടീച്ചേഴ്സും കാണിച്ചു തന്നത് അതേ രീതിയിലാണ് നമ്മുടെ പെരുമാറ്റം വരിക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് മാറ്റമാണോ ശാരീരികമായും സാമ്പത്തികമായും അതേപോലെ ഇപ്പം കുടുംബപരമായിട്ടും ആത്മീയപരമായിട്ടും ഒക്കെ നമ്മൾക്ക് കണക്ഷൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അഫർമേഷൻ. ഡെയിലി നമ്മൾ രാവിലെ എണീച്ചിട്ട് രാവിലെ തന്നെ കണ്ണാടിയിൽ ഇപ്പം രാവിലെ നമ്മൾ ഇപ്പം പ്രെയർ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫേസ് ഒക്കെ കഴുകി ഒന്ന് കണ്ണാടിയിൽ നോക്കില്ല കുറച്ചു നേരം,
ആ സമയത്ത് തന്നെ നേരിട്ട് കണ്ണാടി നല്ല ഹാപ്പി ആയിട്ട് നല്ല ഇമോഷനോട് കൂടി നല്ല ഫീലിങ്ങോട് കൂടിയിട്ട് സംസാരിക്കുക. I'm a world-renowned, highly paid awesome enhancement uniqueness coach. I'm happy and grateful now that for receiving increasing quantities of money through multiple sources on a continuous basis. എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ നേടിയെടുക്കാൻ ആഗ്രഹമുള്ളത് ആ കാര്യം സ്ഥിരമായിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുക. അതിന് മിറർ ടോക്ക് എന്നും പറയട്ടോ. ഈ അഫർമേഷൻസ് കണ്ണാടി നമ്മൾ എഴുതുന്നതിന് പകരം നമ്മൾ കണ്ണാടിയിൽ നോക്കി നേരിട്ട് നമ്മളുടെ ഫേസിൽ നോക്കി ആ ഇമോഷനും ഫീലിങ്ങും കൊണ്ടുവന്ന് സംസാരിക്കുന്നതിനാണ് അഫർമേഷൻസ് അല്ലെ മിറർ ടോക്ക് എന്ന് പറയുക. ഇതിപ്പോ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം എവറി ഡേ ഇൻ എവറി വേ ഐ എം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ. അതേപോലെ ഐ എം ബിക്കമിങ് ഓസം ആൻഡ് ഹാൻസം ഡേ ബൈ ഡേ. അപ്പം ഓരോരുത്തർക്ക് പല ആവശ്യങ്ങളാണ്. ബ്യൂട്ടി ആയിരിക്കും, ചില ആൾക്കാർക്ക് കരിയർ ആയിരിക്കും, റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോ ഇപ്പം മറ്റുള്ള മനുഷ്യന്മാരുമായിട്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ഐ അട്രാക്ട് ലവ് എവ്രിവർ. ഐ എം എ പീപ്പിൾ മാഗ്നറ്റ്. പീപ്പിൾ അട്രാക്ട്സ് ഈസിലി ടു മീ. അതിപ്പോ ഞാൻ ഇപ്പം ഇംഗ്ലീഷ് വേണ്ട, മലയാളത്തിൽ തന്നെ പറയുന്നവരെ കുറച്ചും കൂടെ കണക്ട് ആവുന്നു. ഇത് നമ്മൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്റെ മാനസിക ശക്തിയും ആത്മവിശ്വാസവും അനുദിനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾക്ക് ആണെങ്കിൽ എഴുതാനും പറ്റും, അല്ലെങ്കിൽ നമ്മൾക്ക് മിറർ ടോക്കിൽ ഇപ്പം കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ പറയാനും പറ്റും. അതേപോലെ വേറെ എന്റെ മൈ റിലേഷൻഷിപ്സ് ആർ ഹാർമോണിയസ്. ഇപ്പൊ കുടുംബ ബന്ധത്തിലാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൈ റിലേഷൻഷിപ്സ് ആർ ഹാർമോണിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു അഫർമേഷൻ ഡെയിലി നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതേപോലെ ഈ ഒരു മെത്തേഡ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിന്ന് ഏതൊക്കെയോ ടോപ്പിക്, നമ്മളിപ്പം തെങ്ങ് എന്നുള്ള ടോപ്പിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു എക്സാമ്പിൾ തുടങ്ങിയിട്ട്. പക്ഷെ അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിന്തകൾക്ക് നമ്മളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എന്താണോ സ്ഥിരമായിട്ട് വി ആർ വാട്ട് വി തിങ്ക് ഓൾ ഡേ ലോങ് എന്നാ പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്, നമ്മൾ എന്താണോ ദിവസവും ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിട്ട് നമ്മൾ മാറും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചിന്തകളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മളുടെ ചിന്തയിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി നല്ല വൃത്തിയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തയിൽ കൊണ്ടുവരണമെങ്കിൽ മനസ്സ് ശുദ്ധീകരണം എന്നുള്ള ഒരു സംഭവം ആവശ്യമുണ്ട് എന്നുള്ള എപ്പോഴും മൈൻഡിൽ വെക്കുക. അപ്പം ഇപ്പം ഇത്ര മാത്രമേ ഇന്നത്തെ ടോപ്പിക് ഇത്രയും പറയാനുള്ളൂ. പിന്നെ നമ്മളുടെ യൂണിക്നെസ് ഫസ്റ്റ്, ഈ മനസ്സിനെ പറ്റിയും അതേപോലെ ഓരോരുത്തരുടെയും കഴിവുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. യുണീക്ക് ആയിട്ടുള്ള ഓരോരുത്തരുടെയും ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സെൽഫായിട്ട് മാറാനും വേണ്ടിയിട്ട് നമ്മൾ യുണീക്നെസ് ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം അടുത്ത ഞായറാഴ്ചയാണ്, ഡിസംബർ 15 കോഴിക്കോട് സീഷൽ ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്പർ കണക്ട് ചെയ്താൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെന്നോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് പറയാൻ പറ്റും. ഒരു ഫീഡ്ബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്നവരൊന്ന് ഇൻഫോം ചെയ്യാൻ പറ്റുമോ? റഷീദ് സാർ മാത്രമേ വീഡിയോ മോഡിൽ കാണുള്ളൂ, അതുകൊണ്ടാട്ടോ ചോദിച്ചത്. എന്തെങ്കിലും ഒരു ഫീഡ്ബാക്കോ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാർ ഒന്ന് പറയാൻ പറ്റുമോ? ഫീഡ്ബാക്ക് ബീന ഫീഡ്ബാക്ക് ഉണ്ടാ? ബീനാണ് ഫീഡ്ബാക്കിന്റെ ആള്. കറക്റ്റ് ആയിട്ട് ഞാന് ഇന്നത്തെ ഞങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ക്ലാസ്സിൽ. അതിന്റെ ഇടയിൽ കുറെ കോൾസ് വന്നിട്ട് അങ്ങോട്ടും മാറി കളിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു പ്രശ്നം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലത്തെ എന്തോ ഒരു കാര്യം ഞാൻ പറയാന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പം കാര്യം പറഞ്ഞോട്ടെ. ആരായിരുന്നു? അശ്വർ സാർ പറഞ്ഞോളൂ. പിന്നെ സാറ് പറഞ്ഞ ചിന്തകളുണ്ടല്ലോ, ഈ ചിന്തകൾ ഷെയർ ചെയ്യപ്പെടുമ്പോഴാണല്ലോ ഒരു ക്രിയേറ്റിവിറ്റി കൂടുതൽ വരുന്നത്.
ആ അപ്പോ ചിന്തകൾ ഇപ്പൊ ഒരാൾ ചിന്തിക്കുന്നതും ഒരു 10 ആള് ചിന്തിക്കുന്നതും ആ 10 ആള് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ആ അതൊരു ഹൈ സ്ഥാനത്തിലേക്കല്ലേ പോന്നെ. അപ്പോ സാറിന്റെ ഈ ഒരു ഉപമ ഉണ്ടല്ലോ, ഇപ്പോ ദൈവം പടച്ചോന് ചിന്തകൾ നമുക്ക് തരുമ്പോ ആ തരുന്നത് പടച്ചോൻ തരുന്നുണ്ടാവുക ഈ ചിന്തകൾ ഷെയർ ചെയ്യപ്പെടണം എന്നുള്ള ഒരു ധാരണ തന്നെ ആയിരിക്കുമല്ലോ, നമുക്ക് ചിന്തിക്കാലോ. കാരണം എല്ലാവർക്കും എല്ലാ ചിന്തകളും കൊടുക്കുന്നില്ല. അതെ അതെ അതെ. അപ്പോ ആവശ്യമുള്ളിടത്തിലേക്കല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത് ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ് അതിന്റെ ഒരു റീച്ചിലേക്ക് എത്തുക. അപ്പോ എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോ ജീവിത വിജയത്തിന് പിന്നെ അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചിന്തയെല്ലാം കൂട്ടത്തിലുള്ളവർക്ക് ഉണ്ടാകും. അപ്പോ ആ ചിന്തകളൊക്കെ വരുമ്പോഴാണ് അതിന് ഒരു പൂർണ്ണത വരുന്നത്. സാറ് പറഞ്ഞതുപോലെ ഞാനൊരു ടീച്ചറാണ്. അപ്പോ ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഈ കുട്ടികൾക്ക് ഇപ്പൊ മാത്തമാറ്റിക്സ് ആണ് എടുക്കുന്നത്. അപ്പോ ചിന്തകൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു ആശയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സിൽ ചിന്തകൾ ഷെയർ ചെയ്യാനാണ് കൂടുതൽ കൊടുക്കല്. അതായത് പല ആംഗിൾ കൂടിയുള്ള ചിന്ത ആ കുട്ടികളെ അടുത്ത് വരുന്നത്. അവസാനം ഞാൻ പഠിപ്പിക്കേണ്ട ആശയത്തിലേക്ക് എത്താൻ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പൊ അത് ഇതുമായിട്ടൊന്ന് ഞാൻ കൂട്ടിവെച്ചതാണ്, സാറ് പറഞ്ഞതായിട്ടൊന്ന് കൂട്ടിവെച്ചാണ്. കൂടാതെ നന്മകള് ഞാൻ ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാധനം, ഇന്ന് നിങ്ങൾ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമായിട്ട് ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടീനോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഇന്ന് ചെയ്തൊരു നന്മ എന്തോ ആവട്ടെ, എന്തെങ്കിലും ഒരു നന്മ, ഒരാളോട് ചിരിച്ചു, ജസ്റ്റ് ഒരു നന്മ എന്നുള്ളത്, അത് എഴുതി വെക്കുക. അങ്ങനെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ആ കുട്ടി അത് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ, ഓരോ ദിവസം ചെയ്ത നന്മ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അവതരിപ്പിക്കാൻ കൂടി ചെയ്യുമ്പോ ആ കുട്ടിക്ക് മനസ്സിലുള്ളൊരു സാധനമില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ഞാൻ എന്നോട് തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ പറയുകയും അത് എഴുതി വെക്കുകയും ചെയ്യുമ്പോ അത് അതിന്റെ ഒരു എഫക്റ്റ്. അപ്പൊ ആ ഒരു എഫക്റ്റ് അതെന്തായാലും നിങ്ങൾ പറയുമ്പോ ഞാൻ ആ രീതിയിലായിരുന്നു ചിന്തിച്ചത്. അതൊന്നും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നല്ലോ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അല്ലല്ല, ഇങ്ങനെ ഓരോരുത്തർ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ചിന്ത മറ്റുള്ളവർക്കും ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുമല്ലോ അവിടെ. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ സാർ, അതെ, ആ സാർ, റഷീദ് സാർ പറഞ്ഞോളൂ. ഞാന് കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലാണ് തോന്നുന്നു, ചാരിറ്റീനെ പറ്റി പറഞ്ഞിരുന്നു. സാർ ഓർക്കുന്നുണ്ടോ? ഉണ്ട് സാർ, ഓർമ്മയുണ്ട് സാറ്. അപ്പൊ അതായത് നമ്മള് എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞിരുന്നത്. അപ്പൊ ഡെയിലി ചാരിറ്റി ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ദിവസവും നമുക്കത് ടിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോട് ചേർത്തിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മള് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറുതെ കൊടുക്കുക, ഒരാൾ ഒന്ന് ചോദിച്ചാൽ കൊടുക്കുക, അല്ലെങ്കിൽ ആര് റിക്വസ്റ്റ് വന്നാൽ ഗൂഗിൾ അയച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. അതായത് സാധാരണ നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോ ഒരു ഓട്ടോറിക്ഷ അയാൾക്ക് 30 രൂപയായി, അയാൾക്ക് 40 രൂപ, ഒരു 10 രൂപയും കൂടി എക്സ്ട്രാ കൊടുക്കാം. അല്ല, അങ്ങനെ ഉണ്ടല്ലോ ചിലത്. അല്ലെങ്കിൽ ചില്ലറല്ല എങ്കിൽ ആ വിട്ടുകൊടുക്കാം. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ കയറി ടിപ്പ് കൊടുക്കുന്നത്, നമ്മള് 10 റുപ്യാണ് കൊടുക്കുന്നത്, നമുക്കത് വേണമെങ്കിൽ 20 ഒക്കെ കൊടുക്കാം, 30 ഒക്കെ കൊടുക്കാം എന്ന്. അതായത് അവര് ഒരു പൈസ ചോദിച്ചു വരുന്ന ആൾക്കാരായിരിക്കില്ല, പക്ഷെ അവർക്കത് കിട്ടുമ്പോ അതിലൊരു സന്തോഷം ഉണ്ടാവും, ആവശ്യവും ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ, ഈ ഓട്ടോറിക്ഷക്കാരോ അല്ലെങ്കിൽ അവരൊക്കെ ദൈനംദിനം അവരുടെ ഇത് രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാനും പാടുപെടുന്ന ആളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ചാരിറ്റി കൊടുക്കുക. ആളെ കിട്ടിയില്ലെങ്കിൽ പേടിക്കാനില്ല, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ തന്നെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച്.
ഇവിടെ ആരും സംസാരിക്കുന്നുണ്ടോ? അദ്നാൻ എന്ന പേരുള്ള ആള് സംസാരിക്കുന്നുണ്ടോ? ആ റഷീദ് സാർ, ഞാൻ ഇവിടെ പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പം ഡിസ്ട്രാക്ട് ആയി പോയതാ കേട്ടോ. ആ സാറ് പറഞ്ഞ പോലെ അത് നമ്മൾ അന്ന് അൺകണ്ടീഷണൽ ലോണിന്റെ കാര്യം പറഞ്ഞ സമയത്ത് സാറ് പറഞ്ഞിരുന്നല്ലോ ഈ കാര്യത്തിനെ കുറിച്ച്. അപ്പൊ ഇത് കൂടെ ഒന്ന് ആഡ് ചെയ്തതാണല്ലേ. മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന അതിന്റെ കൂടെ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഓട്ടോറിക്ഷയിലാണെങ്കിലും ചെറിയൊരു പൈസ അവർക്ക് കൂട്ടി കൊടുക്കുന്നത് അവർക്കൊരു വലിയൊരു നമ്മൾക്ക് ചെറിയ പണമായിരിക്കും, പക്ഷെ അവർക്ക് അത് ഒരുപാട് ആളുകളോട് ഇങ്ങനെ ചെറിയ സഹായങ്ങൾ കിട്ടുമ്പോൾ ഒരുപാട് നല്ലൊരു എമൗണ്ടിലേക്ക് അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷനിൽ എല്ലാം അതും വരും യഥാർത്ഥത്തില്. അതെ അതെ ഒരു ഓട്ടോ കറക്റ്റ് ആയിട്ട് കിട്ടി, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് ഇറക്കി, നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് ശരിയാണ്, പക്ഷെ അതിന്റെ പുറമെ നമ്മൾ ഒരു താങ്ക്സ് ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ തോന്നും. അല്ലെങ്കിൽ 30,000 എന്തിനാ പിന്നെ കൊടുക്കുന്നതെന്ന് വിചാരിക്കേണ്ടതില്ല എന്നുള്ള ഉദാഹരണത്തിന് പറയാണ്. അങ്ങനെ ഓട്ടോറിക്ഷ മാത്രമല്ല, എനിത്തിങ് പല കാര്യങ്ങൾക്കും ഉണ്ടാക്കുന്നതാണ്. അതന്നെ, ബാക്കിയുള്ളവർക്ക് കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റി സാറ് പറഞ്ഞ സമയത്ത്. അതെ, അതിൽ ഗ്രാറ്റിറ്റ്യൂഡും നമ്മുടെ അതിന്റെ ഒരു ഉപകരണമായിട്ട് നമുക്ക് ചാരിറ്റിയും, പിന്നെ ആ ചാരിറ്റി കൊണ്ട് നമുക്ക് ലൗകികവും പാരത്രികമായിട്ടുള്ള ഗുണങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് സമ്മേളിക്കുന്നുണ്ട്. അതെ അതെ അതെ, ഏതായാലും താങ്ക് യു സോ മച്ച് സാർ. അതേസമയം ഒരു ചാരിറ്റി കൊടുത്തായിട്ട് അവർക്ക് അങ്ങനെ തോന്നുകയില്ല, നമ്മളൊരു സന്തോഷത്തിന് കൊടുക്കുന്നതായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിന്റെ കുറെ ഗുണങ്ങളൊക്കെ അതിനകത്ത് കാണപ്പെടുന്നു. കറക്റ്റാണ്. വേറെ ആരെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം, എന്തും പറയാട്ടോ. അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡിൽ ഡ്രീം സക്സസ് ആവും പറയുമ്പോൾ എങ്ങനെയാ പറയുക? ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു ബിക്കം എ കോച്ച്, എങ്ങനെയാണ്? അതെ, ഐ വാണ്ട് ടു ബിക്കം എ കോച്ച്. നിങ്ങളൊരു കോച്ച് ഏത് മേഖലയിലാണോ നിങ്ങൾ കോച്ചായി മാറാൻ ഉദ്ദേശിക്കുന്നത്, ആ കോച്ച് ആണ് എന്നുള്ള രീതിയിൽ വേണം പറയാം. അപ്പം എന്റെ കേസിലാണെങ്കിൽ ഐ എം എ വേൾഡ് റിനോൺഡ് ഹൈലി പെയ്ഡ് ഓസം ആൻഡ് ഹാൻസം യൂണിക്നെസ് കോച്ച് എന്നാണ് ഞാൻ പറയാറ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ലൈഫ് കോച്ച് ആണെങ്കിൽ അത് പറയാം, അതേപോലെ നിങ്ങൾക്ക് ഇപ്പം ഒരു പാരന്റിങ് കോച്ച് ആണെങ്കിൽ അത് പറയാം, ഒരു ബിസിനസ് കോച്ച് ആണെങ്കിൽ അത് പറയാം, സക്സസ് കോച്ച് ആണെങ്കിൽ അത് പറയാം, ഏത് രീതിയിലും പറയാം. ഐ ആം എ വേൾഡ് റിനോൺഡ് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിക്കോളൂ കേട്ടോ. ഞാൻ അതാണ് എന്നുള്ള രീതിയിൽ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പറയാട്ടോ. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അഷ്റഫ് സാർ പറഞ്ഞു. സൂറ മാം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഫൈസ് സാർ? മാക്സിമം എല്ലാവരും ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാത്ത പലർക്കും സംസാരിക്കാൻ മടിയുള്ളവരുണ്ടാവും. നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഒരു ഫിയറിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരിക. ചിലർക്ക് കണക്ട് ചെയ്യുമ്പോൾ പറയില്ല, ആളുകൾക്ക് സംസാരിക്കാൻ മടിയുണ്ട്, അല്ലെങ്കിൽ മറ്റു ഇഷ്യൂ ഉണ്ട്. പയ്യെ പയ്യെ വരിക. നമ്മളാരും നിങ്ങൾ ജഡ്ജ് ചെയ്യാനിരിക്കില്ല, നിങ്ങളെ വളർച്ചയ്ക്ക് കാത്തിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട് നോക്കാനല്ല. എല്ലാവരും തെറ്റിയിട്ട് തന്നെയാണ് പഠിക്കുക. പിന്നെ ഇന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്. മാക്സിമം എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ അഫ്സൽ സാറിനെ കണക്ട് ആവുന്നത് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് വഴിയാണ്. പറയാൻ കാരണം ഞാൻ ഈ ഫീൽഡിൽ ഹൈലി പ്രൊഫഷണൽ ഒന്നുമല്ല, ജസ്റ്റ് ഡിഗ്രി ഇപ്പൊ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഇതുവഴി കണക്ട് ആവും. എനിക്ക് ആ ഫീൽഡ് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് വഴി എഴുതി പിന്നീട് ഒരു ഫിനാൻഷ്യൽ ചെറിയ രീതിക്കെങ്കിലും ഇൻഡിപെൻഡന്റ് ആവുന്ന രീതിക്ക് അഫ്സലുമായി കണക്ട് ആയി. അതുപോലെ ഇപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. എനിക്കിപ്പോ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, അതിന് ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ള രീതിക്ക്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിലവിലുണ്ട് എന്നുള്ള രീതിക്ക് എഴുതിയിട്ട് ഇതാട്ടോ. അത് ചെയ്യുന്ന സമയത്ത് സംശയത്തോടുകൂടി ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, സത്യമാവോ, ആരോട്ട് വെച്ച് ചെയ്യാതെ നടക്കും എന്ന വിശ്വാസത്തിൽ തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ ബെറ്റർ ആവശ്യമുള്ളത്? ഇപ്പൊ ഹെൽത്തിലാവാം, വെൽത്തിലാവാം, കരിയറിലാവാം, സ്പിരിച്വാലിറ്റിയിലാവാം. അങ്ങനെ നിങ്ങൾക്ക് ഏതിനാണ് ഏറ്റവും അടിപൊളിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വിശ്വാസത്തോടെ കൂടി ചെയ്യാൻ വെക്കും. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും ഒന്നുകൂടെ പറയാണ്, ഫീഡ്ബാക്ക് അറിയിക്കുള്ളവർ പറയാം. ചിലപ്പോൾ നിങ്ങൾ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടേക്ക് തുടക്കം, വലിയൊരു തുടക്കത്തിനായിരിക്കും. ആ ഒരു മൈക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവാം, സംസാരിക്കാം. ഇനിയും പറയാണ്, ഓപ്പർച്യൂണിറ്റി ആണ്, എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം.
അല്ല ഇവിടെ അതേപോലെ ബൽക്കീസ് എന്ന ആള് ഇവിടെ ഉണ്ടല്ലേ. നിങ്ങള് ഒന്ന് വോയിസ് വന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ഇങ്ങനെ ചാറ്റിൽ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. സെക്കൻഡ് ടൈം ആണ് ജോയിൻ ചെയ്തത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. വീഡിയോ മോഡിൽ വരാൻ പറ്റൂലെങ്കിൽ വോയിസ് പറഞ്ഞാലും മതി. നിങ്ങളും മാമാസ് കിങ്ഡത്തിലെ മെമ്പർ ആണെന്ന് തോന്നുന്നു അല്ലേ, നമ്മളെ ഉഷ്ണത്താന്റെ? ഹലോ, പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. എനിക്ക് സെക്കൻഡ് ടൈം ആണ് ലിങ്ക് കിട്ടുന്നത്. ഫസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോ സംസാരിച്ചിരുന്നു. പിന്നെ ഞാനും ഡ്രീം സക്സസ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പ്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഉസ്ന മാമിന്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ എവിടുന്നൊക്കെ ചെറിയ ചെറിയ നോളജ് കിട്ടുന്നു അതിലൊക്കെ കയറി പിടിച്ചിട്ട് എന്റെ ഡ്രീമിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ സാറിന്റെ ലിങ്ക് ഇന്ന് കിട്ടി. ലേറ്റ് ആയി പോയി കയറാൻ, അതാ ചോദിച്ച റെക്കോർഡിംഗ് അവൈലബിൾ ആണോന്ന്. റെക്കോർഡിംഗ് ഉണ്ട്, അതുപോലെ ഇതില് ഓരോരുത്തരും റെക്കോർഡിംഗ് ഉണ്ട് എന്നാണോ? ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് സെഷനിൽ ഇൻഷാല്ലാ എനിക്ക് പറ്റുകയാണെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യും. കാരണം നമുക്ക് അറിവ് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തേടി പോകുന്നതോറും അത് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഒരു 6 month ആയിട്ടേ ഉള്ളൂ. പിന്നെ ചെറിയ കാലത്ത് ടീച്ചർ ആവണം എന്നുള്ള സ്വപ്നം അതിപ്പോ ഒരു വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ ഓഫ്ലൈൻ ആയിട്ട് സംസാരിച്ച്, ഇനി അത് ഓൺലൈൻ ആയിട്ട് ഇപ്പൊ സംസാരിച്ച്, ഇനി അത് ഓഫ്ലൈൻ ആയിട്ടൊക്കെ വലിയ വലിയ സ്റ്റേജുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹെൽത്ത് കുറച്ച് ഓക്കെ അല്ല, പ്രഗ്നന്റ് ആണ്. അപ്പോ ഇപ്പൊ 6 month ക്യാരിങ് ആണ്. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും എല്ലാം ഹയറായിട്ട് നടക്കാനും വേണ്ടിയിട്ട് ഇതിൽ ദുആ ചെയ്യാനും കൂടി പറയുന്നുണ്ട്. കാരണം ഇൻഷാല്ലാ ഇനിയും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. 2 year ആയിട്ടുള്ള മോളുണ്ട്, അവളെ ഗ്രോയിങ് എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് വരുന്നതാണ്. കൂടാതെ ഒരു മോം എന്ന നിലയിൽ എനിക്കും നല്ലൊരു ഹൈ പൊസിഷനിൽ എത്തണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലാറ്റ്ഫോം എല്ലാം ഞാൻ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പൊ താങ്ക് യു സർ. ഞാൻ ജസ്റ്റ് ചെറിയൊരു അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കേട്ടതേ ഉള്ളൂ. ഇൻഷാല്ലാ നെക്സ്റ്റ് ഫീഡ്ബാക്ക് പറയുമ്പോൾ ക്ലാസ് ഫുൾ ആയിട്ട് കേട്ടിട്ട് പറയാന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഏതായാലും നിങ്ങള് കുറച്ച് കേട്ടിട്ട് നിങ്ങളെ സംസാരത്തിൽ തന്നെ എന്താ അറിയോ, നിങ്ങൾക്ക് നല്ലൊരു കോച്ചാവാനുള്ള ഒരു ഭാവി ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. താങ്ക് യു സർ. സാറിന്റെ പോലത്തെ സപ്പോർട്ടിങ് ടോക്ക് കേൾക്കുമ്പോൾ കൂടുതൽ മോട്ടിവേഷൻ. ഞാൻ ഓരോ ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും ഉസ്ന മാമിന്റെ ആയിക്കോട്ടെ, ഗസ്റ്റ് ടോക്ക് ആയിക്കോട്ടെ, എല്ലാം മാക്സിമം പറയാറുണ്ട്. കാരണം എന്റെ തോട്ടില് അപ്പൊ എനിക്ക് തോന്നുന്ന ആശയം ഞാൻ കൂടുതൽ അത് പറയാനും, എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞ ഓരോ റെക്കോർഡിങ്സിലും ഉണ്ടാവുന്ന വോയിസ് ഞാൻ ഇങ്ങനെ കേൾക്കും, എന്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്തായാലും നമ്മുടെ ക്രിയേറ്റർ നമ്മുടെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് നമ്മളേതായ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണെന്ന് ഓരോരിക്കലും ഇപ്പൊ ബോധ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. കാരണം ലൈഫ് ഒന്നുമല്ല എന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള, വെറും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ള രീതിയിൽ ഈ 26 years ഞാൻ ചിന്തിച്ചപ്പോ ഈ ഒരു 6 month കൊണ്ടാണ് എന്റെ തോട്ട് മൊത്തം മാറി. അപ്പൊ ഇതുപോലെയുള്ള ഇത്രയും നല്ല ഇൻഫ്ലുവൻസേഴ്സ്, സാറിനെ പോലെയുള്ള ഉസ്ന മാമിനെ പോലെയുള്ള മുംസാട്ടിനും ഇവരൊക്കെ ഫേസ് ചെയ്തപ്പോ ഇത്രയും അടിപൊളി ഒരു ലോകം തന്നെ ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും. ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാരുണ്ട്. നമുക്ക് ടെൻഷൻ വരുമ്പോ ഹെൽപ്പ് ചോദിക്കാൻ ഇത്രയും നല്ല ആൾക്കാരുണ്ട് എന്ന് വരെ മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ബ്ലെസ്ഡ് ആണ്. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ഒറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യാണ്ടായിരുന്നു. എന്താ അറിയോ, നിങ്ങൾ മാക്സിമം ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ 6 month ക്യാരിങ് എന്നാന്ന് പറഞ്ഞല്ലോ. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ എന്താണോ ഇപ്പം നിങ്ങൾ ഉള്ളിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്, ദാറ്റ് മീൻസ് മക്കൾ ഇപ്പം വളർന്നു വരുന്നേ ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് പോലും നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന കാര്യങ്ങളും നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആ കുട്ടീന്റെ വളർച്ചനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ കേൾക്കാനും, ഇപ്പം നിങ്ങൾക്ക് പറ്റെങ്കിൽ മാക്സിമം എല്ലാ ദിവസവും കുറച്ച് നേരം ഖുർആന് കേൾപ്പിക്കുക, അല്ലെങ്കിൽ ഇതേപോലുള്ള ക്ലാസ് കേൾപ്പിക്കുകയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ, ആ കുട്ടി വളർന്നു വരുമ്പം തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു നല്ല സുഖപ്രസവമായിരിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് പകരം നല്ല നല്ല ഇൻപുട്ടുകൾ കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി കാണാനും ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കുടുംബം കൊണ്ടാ പുറത്തേക്ക് വരിക. അതെ അതെ, ഞാന് കഴിഞ്ഞ ഏഡിയൻ ടോക്സിന്റെ റിവ്യൂ പറയുമ്പോൾ പറഞ്ഞിന് എന്റെ ബേബി ഇപ്പൊ സൺഡേ എക്സൈറ്റഡ് ആണ് സാറിന്റെ അവിടെയുള്ള ഏഡിയൻ ടോക്സിന്റെ ക്ലാസ് കേൾക്കാൻ. കാരണം രാവിലെ തന്നെ നല്ല എനർജി കിട്ടുന്നതല്ലേ.
അപ്പൊ അതിൽ ഞാൻ ഉണ്ട്, എല്ലാത്തിലും ഞാനിപ്പോ ജോയിൻ ആവലുണ്ട്. എങ്ങനെയൊക്കെ എന്നെ ഹാപ്പി ആക്കാനാവോ അതൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രഗ്നൻസി മൊത്തം ഡിപ്രഷൻ അടിച്ച്, പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി ഫുൾ ഡിപ്രഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഉണ്ടായതിന് വരെ ഞാൻ ഇപ്പൊ ബ്ലെസ്സിങ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. കാരണം അത്രയും ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മിസ് ഞങ്ങൾ എന്തോ പറയാൻ വന്നിരുന്നല്ലോ. ഫൽക്കെ മാമിന്റെ ടോക്ക് കേട്ടു. നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ടോക്ക് ആയിരുന്നു. ഭയങ്കര എനർജറ്റിക്കലി നമ്മൾ പറയുമല്ലേ, ഭയങ്കര എനർജിയിലാണ് സംസാരിച്ചത്. എന്തായാലും മൈൽസ് ടു ഗോ മില്യൺസ് ആർ വെയിറ്റിംഗ്. നിങ്ങളെ വളർച്ചകളെ നമ്മളും കാത്തിരിക്കുന്നു. നമുക്ക് താങ്ക് യു പറയാം സോ മച്ച്. നമ്മുടെ ടോക്ക് ഫൽക്കെ മാം. താങ്ക് യു. വേറെ ആരെങ്കിലും? ഹുസ്നുൽ ഇർഷാദ് മേമന്റെ മോനാണ്, ഉമ്മന്റെ അനിയത്തിന്റെ മോനാണ്. എന്തെങ്കിലും പറയണ്ട ഇർഷാദെ, പറയും. ഒന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞതുപോലെ നല്ല പേടിയാ എനിക്ക് ഈ അതന്നെ, ഇങ്ങനെ ഞാൻ സത്യം ആൾക്കാരെ പറഞ്ഞ മുമ്പ് കയറിയിട്ട് ആദ്യമായിട്ട് സംസാരിക്കാന്ന് സംസാരിച്ചതൊക്കെ, വെച്ചാലേ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ സംസാരിച്ച് ഗൈഡഡ് കോഡ് ചെയ്ത സമയത്താണ് ഫസ്റ്റ് ടൈം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ അവര് ബൽക്കീസ് ഗൈഡഡ് ടോക്കിനെ പറ്റി അതൊക്കെ ചെയ്യും. പിന്നെ ഗൈഡഡ് കോഡിൽ ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത്. എന്തെങ്കിലുമൊക്കെ പറയും ഇർഷാദേ. എന്താണ്? എല്ലാ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല അടിപൊളി ക്ലാസ് ആണ്. താങ്ക് യു. ഏടാ, വീട്ടിലാണോ? അല്ല, പുറത്താ. വേറെ ആരെങ്കിലും? മുഹമ്മദ് ഫായിസ് വി, എന്തെങ്കിലും ഒപ്പീനിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് എന്ത് വേണം പറയട്ടോ, ഫീഡ്ബാക്സ് എന്തെങ്കിലും. ഫായിസ് ഓഡിബിൾ ആണോ? വേറെ ആരാ? സോറ മാം, സോറ മാം ഉണ്ടല്ലോ, നമ്മളെ ബാച്ച് 9, നമ്മുടെ 9th ബാച്ചിലെ പാർട്ടിസിപ്പേറ്റ്. ഹലോ, 8th ബാച്ച്. ഹലോ സോറ മാം, പറഞ്ഞോളൂ. നിങ്ങളെ കസിൻ ബ്രദർ പറഞ്ഞ പോലെ പറയാൻ കൊറേ ഉണ്ട്. സാർ ക്ലാസ്സിൽ പങ്കെടുത്തോണ്ടേ ഞാൻ ഇപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ അൽഹംദുലില്ലാ ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എന്താ പറയാ, ആദ്യം ഇല്ലാത്തത് ആ ചിന്തകൾ മാത്രമേ ഉള്ളൂ. നമുക്കുള്ളത് കാണില്ലേനു. ഓരോ ദിവസവും ഉള്ളത് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ബെറ്റർ ഓരോ ദിവസം അൽഹംദുലില്ലാ ഏറെ പറയാന് പിന്നെ കൂടെ ഓരോരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോണ്ടേ. എന്ത് പറഞ്ഞാലും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് കിടക്കാൻ നേരത്ത് പറയും. പിന്നെ സർ പറഞ്ഞ പോലെ സലാത്ത് ശുക്രില്ലേ, അതും കറക്റ്റ് ചെയ്തു പോകുന്നുണ്ട്. എന്ത് പറഞ്ഞാലും കിടക്കാൻ നേരത്തെ ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിലും മൈൻഡിലൊന്ന് ഉണർത്തും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ഓക്കെ സർ. അദ്നാൻ താങ്ക് യു സർ. സാർ, സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. എന്നോട് നന്ദി പറയണ്ട, നിങ്ങൾ പഠിച്ചവനോട് നന്ദി പറയും, ഞാനല്ല. അതുണ്ട്. പഠിച്ചോൻ നിങ്ങളോടെയാണല്ലോ അതൊക്കെ എത്തിച്ചെന്നത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അദ്നാൻ സാർ, അദ്നാൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, നേരത്തെ ഒരു ലേഡി വന്നിരുന്നു ഈ അദ്നാൻ എന്നുള്ള പേരില്. അദ്നാൻ പെട്ടെന്ന് കേൾക്കുമ്പോ നമ്മളെ ഗൈഡിനെ ഓർമ്മ വരിക. പിന്നെ എന്തോ പറയുന്നുണ്ട് അവിടെ. ജസീന മാം എന്തെങ്കിലും? ഒരു ഫായിസ് വി കാണുന്നുണ്ടല്ലോ. ഫായിസ് ബി ഞാൻ നേരത്തെ വിളിച്ചു നോക്കിയിരുന്നു, പക്ഷെ അവര് എനിക്കൊന്നും അത് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു അവര്. ഫായിസ് ബി എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ എന്തും ഉമൈമത്ത് മാം നിങ്ങൾക്ക് ക്ലാസ് കേട്ടിരുന്നു. ഉമൈമത്ത് മാം ഫുള്ള്. മുബീന മാം ഇപ്പൊ ജോയിൻ ചെയ്ത. നിത ഉണ്ടല്ലോ ഇവിടെ, നമ്മളെ JCI നിത, ദ ഫ്യൂച്ചർ സ്റ്റാർ, ദ പ്രസന്റ് സ്റ്റാർ. ഇതൊക്കെ ക്ലാസ് കിട്ടിയില്ല. എനിക്കറിയാം നിങ്ങള് ലാസ്റ്റിലേക്ക് കേറിയെന്നുള്ള. ആദ്യം ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ. നിത മറ്റേ നമുക്ക് ലൈറ്റിലിന്റെ മറ്റേ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചെറിയൊരു പബ്ലിക് സ്പീക്കിങ്ങിന്റെ കൊടുവള്ളിയില്. അപ്പൊ അതില് ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഷെഫീഖ് സാർ വിളിച്ചിരുന്നു മോർണിംഗ്. അപ്പൊ അവിടെ പോയിണ്ടാവും അല്ലെ? അതെ, അവിടെ അവരുമായിട്ട് പുതിയ മെമ്പേഴ്സുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാന്.
ഞാനും വരണം വിചാരിച്ചിരുന്നു, പക്ഷെ ഇവിടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് അങ്ങനെ എത്താൻ കഴിഞ്ഞില്ല. പ്രോഗ്രാം ഏകദേശം ഒരു 8:30 വരെ ഉണ്ടായിരുന്നു. പുതിയ മെമ്പേഴ്സ് ഓറിയന്റേഷൻ പ്ലസ് അവർക്ക് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഓരോരുത്തർക്കും 1 മിനിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള നമ്മളെ പ്രോഗ്രാം തന്നെ. നമ്മളെ ക്ലബിന്റെ ചെറിയൊരു സ്പീക്കേഴ്സ് ക്ലബിന്റെ ചെറിയൊരു ഫോം. നമ്മളെ ക്ലബിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അവർക്ക് 1 മിനിറ്റ് കൊടുത്ത് പിന്നെ അവർക്ക് എങ്ങനെയാണ് ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, കൈ എങ്ങനെ പോകണം, കാലെങ്ങനെ പോകണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് എന്നെ വിളിച്ചിട്ട് ചോദിച്ച് നിനക്ക് 1 മിനിറ്റ് ഞാൻ തരും ഈ ജെസിയെ കുറിച്ച് സംസാരിച്ചു അത്. അപ്പൊ എനിക്ക് വേഗം സാറിന്റെ മുഖം ഓർമ്മയായത്. സാറിനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 9 മിനിറ്റ് കൂടി എക്സ്ട്രാ തരണം. ഒരു ദിവസം സംസാരിക്കാൻ തന്നിട്ട് എനിക്ക് തോന്നുന്നു 6 മിനിറ്റുള്ള 15 മിനിറ്റ് അങ്ങനെ സംസാരിച്ചത്. പക്ഷെ ഐ തിങ്ക് സാർ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ കയറിയ സമയത്ത് 10:30 നമുക്ക് ടോപ്പിക് കൂടി തീരുന്നില്ലല്ലോ. ഏകദേശം ഒരു 1 അവറിനുള്ളിൽ തീരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫീഡ്ബാക്ക് ചോദിച്ച് തുടങ്ങിയല്ലോ, ഒക്കെ തീരാനായല്ലോ. താങ്ക് യു. വേറെ ആരെങ്കിലും? ജസീന മാം, അദ്നാൻ സർ, ഉമൈമത്ത് മാം, ഫായിസ് സർ, എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഫീഡ്ബാക്കോ എന്തെങ്കിലും? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ കൃഷ്ണ? ഓക്കെ, എന്നാല് വേറെ ഒന്നുമില്ലല്ലോ. എന്നാലും ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.